നിങ്ങളെ കാണാനാട്ടെ നിങ്ങളുടെ ഏജിനേക്കായി വളരെ കുറഞ്ഞ ഒരു ഏജിലേക്കാണ് അത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കത്തില്ല. എന്തായിരിക്കും അതിന് കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു എന്തോ പറയുന്നേ, നമ്മൾ പലതിനെ അതിജീവിച്ച് ഇനി നമുക്ക് പോരാടാൻ ഒന്നുമില്ല എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ല പഠിപ്പിച്ചു വെക്കും. അതിനുശേഷം നമുക്ക് വയസ്സാവത്തില്ല. വളരെ നമ്മുടെ ഏജിനെ എൻ്റെ ഏജ് തന്നെ എടുത്താൽ എൻ്റെ ഏജിൽ എത്രയെന്ന് ഇന്ന് വരെ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊക്കെ സങ്കല്പിക്കുന്നതിനേക്കായി കൂടുതൽ ഏജാണ് എനിക്ക്. കാണുന്നുണ്ടോ? പക്ഷേ എൻ്റെ സംസാര രീതിയും ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം. കാണും അല്ലാതെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വളരെ എന്തോ പറയുന്നേ, ജീവിതത്തിനോട് പോരാടി ഉണ്ടാക്കിയെടുക്കുന്നതറിയുമോ? നമ്മുടെ സൗന്ദര്യം. ഇതല്ലെങ്കിൽ നിങ്ങളാരും വേറെ ഞാനേ എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ ആടിനെ പോലെയാണ് ചിരിക്കുന്നതെന്ന്. എന്താ പറയുക, പൊട്ടിച്ചിരിക്കാൻ തോന്നും. പൊട്ടിച്ചിരിച്ചാൽ ചിരിയുടെ ആഘാതത്തിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ഉണ്ടായാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പൊട്ടിച്ചിരിക്കാറ്. നമ്മൾ പറഞ്ഞു വന്ന സൗന്ദര്യത്തിൻ്റെ കാര്യമല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് കാര്യം. നല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് എന്തോ പറയുന്നേ, നമ്മൾ എല്ലാത്തിനെയും അതിജീവിച്ചത് കാരണം നമുക്ക് എന്ത് വന്നാലും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം നമ്മൾ ഇത് ഭയങ്കര പണക്കാരെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, സാധാരണ ആൾക്കാരെ നോക്കിയാൽ മനസ്സിലാവും. അവരെന്ന് മാത്രം ഒത്തിരി ഈ പണക്കാരൊക്കെ ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് അവർ വലിയ ആളായിട്ടിരിക്കും. അതുപോലൊന്നുമല്ല നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ബോഡി ഹെൽത്ത്, പിന്നെ എന്തൊക്കെയോ ഹെൽത്തുകളെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഏജ് ആവാത്ത ഒരു ഫേസ് മാത്രമല്ല, ശരീരവും ഹെൽത്തും എല്ലാം നമ്മുടെ ആ ഒരു പവറുണ്ടല്ലോ, നമുക്കാവത്തില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ ഏജിൻ്റെ ആ ഒരു പറഞ്ഞ ആ ഏജിലുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ വീട്ടിലൊക്കെ ആണെങ്കിൽ മരത്തിൽ കയറുന്നു, മേലെ കയറുന്നു, താഴെ ഇറങ്ങുന്നു, അങ്ങോട്ട് കയറുന്നു, ഇങ്ങോട്ട് കയറുന്നത്, കുട്ടികൾ പോലും അങ്ങോട്ട് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ഞാൻ ഭയങ്കര സ്മാർട്ടാണെന്ന് എൻ്റെ അടുത്തുള്ളവരൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം വീടിൻ്റെ മേലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആരെയും ഞാൻ കയറ്റത്തില്ല. എനിക്ക് 2 ആൺകുട്ടികളോ ഹസ്ബൻഡ്, അവർ വീഴും, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റും, ഈ ചിന്തയാണ്. അവർ ചെയ്യേണ്ട ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതാണ് അത് നമ്മുടെ ഒരു ഇതാണ്. അവർക്ക് എന്തെങ്കിലും അപകടം, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും മാറി മാറി പറയും. അത് മറന്നു പോകും. ഇത് കാണുന്നവർക്ക് ബോറടിക്കുമായിരിക്കും. പലരും പറഞ്ഞു, നിൻ്റെ സംസാര രീതി ഒട്ടും ശരിയല്ല, നല്ല ഡീസൻ്റാ സംസാരിക്കണം, അടിക്ക് ഏത് കാര്യമാണോ സംസാരിക്കുന്നത് ആ കാര്യത്തിൽ ഉറച്ചു നിന്ന് അതിനെക്കുറിച്ച് മാത്രം കാര്യങ്ങൾ പറയുക. ഒരു കാര്യം പറഞ്ഞിട്ട് അത് എന്തുവാണെന്നറിയാൻ വേറെ എവിടെയോ കയറിപ്പോയിട്ട് പിന്നെ അവിടെ തിരിച്ചു വരുന്നത്. ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചും ഏജ് ആവാത്തതിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. അതുമല്ല, ഈ 80 കാലഘട്ടത്തിൽ ഉണ്ടായ ആൾക്കാർക്കെല്ലാം ഏജ് ആവത്തില്ല. അങ്ങനെയും തോന്നിയിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഈ 80 കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് വയസ്സാവത്തില്ല. ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ. അതിനകത്ത് എന്തുകൊണ്ട് വയസ്സാവാത്ത എന്നൊന്നും ഇല്ല. ആരെങ്കിലും എന്താണെന്ന് അതിശയത്തോട് വന്നിരുന്ന് ഇങ്ങനെ നോക്കും. എന്തായിരിക്കും വയസ്സാവാത്തതിന് എന്തൊക്കെയാണ് ടിപ്പുകളൊക്കെ ഉണ്ടോയെന്ന്. ടിപ്പുകൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം, സത്യസന്ധത, കാരുണ്യം, പിന്നെ നല്ല ഫുഡ് കഴിക്കുക. ഈ ഹോട്ടൽ ഫുഡ് അത് ഇതൊന്നും കഴിക്കരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്യുവറാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഫുഡുകൾ വാരി വലിച്ച് തിന്നാതിരിക്കുക. എനിക്ക് തോന്നി പച്ചക്കറികളൊക്കെ അധികം കഴിക്കുന്നതിനേക്കായി വല്ല മീനും, ചെറിയ മീനൊക്കെ കഴിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തുള്ള മീൻ വർഗ്ഗങ്ങൾ കഴിക്കുക. പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിക്കാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു 5-6 ലിറ്റർ വെള്ളം കുടിച്ചോ. എപ്പോഴും പോകാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ഇതിന്
അതാണ് കാരണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് മനസ്സ് ശുദ്ധമായിരിക്കണം. ആരോടും ഒരസൂയയും ഉണ്ടാവരുത്. ആര് നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും തിരിച്ച് 10 തിരിച്ച് പറയണം. എന്നിട്ട് സമാധാനപ്പെടണം. അടങ്ങിയിരിക്കരുത്. ഭയങ്കര വെറിത്തരം എന്ന് പറഞ്ഞാൽ വേറെന്തോരും വിചാരിക്കും. എന്തോ ഇനി പറയുന്നേ, അവനൊരു സാധനമുണ്ട്. ഏതോ ഒരു സാധനം. നമ്മളിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. തിളച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത എന്താണ് അടുത്ത എന്താണ് അടുത്ത എന്താണ് ഇത് തന്നെ മൈൻഡിലിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ ഇനി ഒന്നും ഇല്ലേ അങ്ങനെ ഒരു ഡള്ളായിട്ടുള്ള ഒരു മൈൻഡ് ഇങ്ങനെ കൊണ്ടുപോകരുത്. നമ്മളടുത്ത് ഇനി എന്തായിരിക്കും ചെയ്യാനുള്ള ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അങ്ങനെ എന്ത് പറയുന്നതിന് അടുത്തതെന്ന് വെച്ചാൽ ടൈം കറക്റ്റായി യൂസ് ചെയ്യണം. ആ ഒരു ടൈമല്ല നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കുറച്ച് അതിൻ്റെ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന ടൈം അതങ്ങ് വിട്ടാരെ. പക്ഷേ ബാക്കിയുള്ള ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ എല്ലാത്തിനും നമ്മുടെ എവിടെങ്കിലും എഴുതി വെച്ച് ഈ സമയത്ത് അത് ചെയ്യണം, ഈ സമയത്ത് ഇത് ചെയ്യണം, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നൊന്നുമല്ല. നമ്മള് നമ്മുടെ മൈൻഡിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കും. ഈ സമയത്ത് ഇതാണ്, ഈ സമയത്ത് ഇതാണ്. ചില സമയത്ത് അതെല്ലാം ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇടയ്ക്ക് വരും. നമുക്കറിയാത്ത മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ മാറ്റിയിട്ട് മറ്റേ നമ്മൾ റെഗുലറായി ചെയ്യുന്നത് അത് കളയാതെ അതിൻ്റെ കൂടെ അതും ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി സ്നേഹമായിട്ടിരിക്കണം. മെയിനായിട്ട് നമ്മളെ താങ്ങി നമ്മളുടെ സംരക്ഷണം വേണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല സംരക്ഷണം കൊടുക്കണം. അവർക്ക് നമ്മളെ ഉള്ളു എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കണം. സ്നേഹത്തോടിരിക്കണം. എല്ലാവരോടും സ്നേഹത്തോടിരിക്കണം. അസൂയ ഒന്നും ഉണ്ടാവരുത്. ഉണ്ടായാൽ എന്ന് വെച്ച് ഉണ്ടാവും. ഉണ്ടായാലും കുറച്ച് നല്ലതാണ്. ഉണ്ടാവും. എല്ലാവരോടും സ്നേഹത്തോടിരിക്കണമെന്നൊക്കെയാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കറക്റ്റാ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഏജ് കുറച്ച് കാണാൻ പറ്റും. ഞാൻ നല്ല ഏജ് കുറഞ്ഞായിരിക്കുന്നത് എനിക്ക് നല്ലതായിട്ടറിയാം. എൻ്റെ മകൻ്റെയൊക്കെ ഏജൊക്കെ നിങ്ങളോട് പറയാൻ നിങ്ങൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോകും. അത്രയ്ക്ക് ഏജുണ്ട്. അത്രയും വലിയ മകനോ എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്നും പറയുന്നില്ല. ഇപ്പം പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു മുത്തശ്ശിയായിട്ട് ഇങ്ങനെ വാ 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 കുഞ്ഞാവേ ചക്കരവാവേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വന്നാല്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. സത്യസന്ധത കറക്റ്റാ. സത്യസന്ധത സമാധാനം വേണം. സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് സമാധാനം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. അവർ നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കണം. പല്ലി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിട്ടിരിക്കാം. ഇത് എത്ര പേര് 7 മിനിറ്റായി ഇത് എത്ര പേര് കാണുന്നുണ്ടോ എന്തോന്നും അറിയത്തില്ല. ലോങ് വീഡിയോസ് ചെയ്യല്ലേ 7 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. കാണുന്നവർ കാണട്ടെ. എനിക്കിതിൽ നിന്നൊന്നും നേടാനില്ല. ഫേസ്ബുക്ക് എനിക്ക് പണമൊന്നും തരുന്നില്ല. പണം തരുന്നുണ്ട് കുറേശ്ശെ. ഞാൻ വാങ്ങിയിട്ടില്ല ഇത്ര നാളും. അപ്പം എനിക്ക് അതിനോടൊന്നും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനമാണ് ഡോളറൊക്കെ വന്നങ്ങ് നിറയുവാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. എന്നെ കാണുന്ന 100 പേരാ. അപ്പം ഈ 100K ഉള്ള ആൾക്കാർക്ക് എത്ര ഡോളറായിരിക്കും വന്ന് മറിയുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫേസ്ബുക്കും ഈ സോഷ്യൽ മീഡിയാസൊക്കെ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ നേരിൽ കണ്ടില്ലെങ്കിലും കുറച്ച് ആൾക്കാരോട് സംസാരിക്കാം. അവരെന്താണ് ചെയ്യുന്നതറിയാം. കമൻറ്റ് വായിക്കാം. എൻ്റെ ഏറ്റവും വലിയ ഹോബി അതാണ്. കമൻറ്റ് വായിക്കുക, റീകമൻറ്റ് അടിക്കുക. എൻ്റെ ഫോളോവേഴ്സൊന്നും എനിക്ക് ചെറിയ കമൻറ്റാ തരുന്നത്. ഒരു പാരഗ്രാഫൊക്കെ എഴുതി തരുമെന്ന് വിചാരിച്ചാൽ അവർ തരത്തില്ല. ഞാനതുകൊണ്ട് എനിക്കിഷ്ടമല്ല. എല്ലാവരോടും എനിക്ക് വെറുപ്പാണ്. വലിയ ഒരു പണ്ട് ഇൻസ്റ്റയിലുള്ളപ്പോൾ എനിക്ക് 2, 3 പാരഗ്രാഫായിരുന്നു കിട്ടുന്നത്. ഞാനും ഇപ്പോൾ ഒരു 5, 6 പാരഗ്രാഫ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്ത് എൻ്റെ അക്കൗണ്ടും കൊണ്ട് ആരോ പോയി. ഞാൻ വന്നന്ന് മുതൽ ഇത് തന്നെ പറയുന്നല്ലേ. എത്ര പ്രാവശ്യം പറഞ്ഞു കാണും. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ കേട്ടോ. ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഞാനെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്ത് അതുകൊണ്ട് എനിക്കത് നഷ്ടമായി. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ സാധനം പോയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഫേസ്ബുക്കിലേക്ക് വന്നേ. ഫേസ്ബുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സിഎമ്മും കിട്ടി ഡോളറും കിട്ടുന്നുണ്ടെങ്കിൽ അതിലും സൂപ്പർ ഇതല്ലേ. അവിടെ
മില്യൺ കണക്ക് 6 മില്യൺ, 7 മില്യൺ, 8 മില്യണൊക്കെ എനിക്ക് വ്യൂസ് ഉണ്ട്. ഒരു 5 കാശ് കിട്ടിയിട്ടില്ല. ഇവിടെ എനിക്ക് 200 പേര് കാണുന്നുണ്ട്. ഡോളറിന്റെ 1 കാശ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒന്ന് നഷ്ടപ്പെടുവാണെങ്കിൽ അതിലും വലുത് ദൈവം നമുക്ക് തരും. മനസ്സ് ശുദ്ധമാക്കി വെക്കണം. അസൂയപ്പെടരുത്, കുശുമ്പപ്പെടരുത്, ആരെയും ദ്രോഹിക്കരുത്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആരെയും ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ ദൈവം ശിക്ഷ തരും എന്നുള്ളൊരു ചിന്തയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോവുക. കാണുന്ന 100 പേർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം ബോറടിച്ചു അല്ലേ? എന്നിട്ടും എന്നെ കണ്ടില്ലേ? താങ്ക് യു.